ഒരു ഭക്തൻ, ഒരു ആധ്യാത്മിക വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിരിക്കണം. തത്വങ്ങൾ അറിഞ്ഞിരിക്കണം, കഥകളിലോടൊരു ഇമോഷൻസ് കാണണം, അല്ലേ? അതായത് ഫിലോസഫി, ഇമോഷൻസ്, ഇത് രണ്ടും വേണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ തത്വമാണ് ഫിലോസഫി എന്ന് പറയുന്നത്. പക്ഷെ അതേ സമയത്ത് ഭഗവാനോട് ഇമോഷൻസും ഫീലിങ്സും വേണം. തത്വം ഇല്ലാതെയുള്ള ഇമോഷൻസ്, ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ അത് ശരിയാവത്തില്ല. അത് വളരെ പ്രഹസനമായി പോകും. പക്ഷേ ഇമോഷൻസ് ഇല്ലാതെ തത്വം മാത്രമാണെങ്കിൽ അത് വളരെ ഡ്രൈ ആയി പോകും. അവർക്ക് ഭഗവാനായിട്ട് കണക്റ്റ് ആവാൻ കഴിയില്ല. എപ്പോഴും ഓർക്കുക, ഭഗവാനായിട്ട് കണക്റ്റഡ് ആവണോ, തത്വം അറിഞ്ഞിരിക്കണോ, ഭഗവാനോട് ഭാവവും ഉണ്ടായിരിക്കണം. തത്വം പ്ലസ് ഇമോഷൻസ്, ഭക്തി. പക്ഷെ പൊതുവെ ഭക്തി എന്ന് പറഞ്ഞാൽ അതൊരു വികാരം മാത്രമായിട്ടാണ് എല്ലാവരും കാണുന്നത്. പക്ഷെ ഭക്തി എന്ന് പറഞ്ഞാൽ അതിൽ തത്വവും ഇമോഷൻസ് രണ്ടും അടങ്ങിയിട്ടുണ്ട്. അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഭക്തി മധുരമാകുന്നത്.